ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇതുപോലത്തെ ഒരു കുഞ്ഞു ഉടുപ്പാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടെണ്ണമാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 1.5 വയസ്സുള്ള കുട്ടിക്കും ഒരു 2.5 വയസ്സുള്ള കുട്ടിക്കുമാണ് ചെയ്യുന്നത്. ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു മെറ്റീരിയലും കൂടി കട്ട് ചെയ്ത് 2 ഫ്രോക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചതിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നെക്ക് ഏകദേശം ഒരേ സെയിം തന്നെയാണ് 2 കുട്ടിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ 4.25 മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോൾ ഒരു 4.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ തന്നെ ഒന്നിങ്ങനെ ചെസ്റ്റ് വരച്ച് കൊടുക്കാം. ചെസ്റ്റ് 5.5 എടുക്കുന്നത്. തയ്യൽ തുമ്പിന് 2.5 ഇഞ്ച്, ഒരു 7.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് വരച്ച് കൊടുക്കാം. നമുക്ക് ലെങ്ത്ത് വേണ്ടത് 7 ഇഞ്ചാണ് കേട്ടോ. ഏകദേശം ഒരു 8 ഇഞ്ചോളം ഉണ്ട്. അത് നമുക്ക് മതിയാവും കേട്ടോ. ഇനി നമുക്ക് അവിടെ വേസ്റ്റ് എടുക്കുന്നത് അതേപോലെ 5.5 എടുക്കാം. തയ്യൽ തുമ്പിന് 2 ഇഞ്ചും കൂടി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ നെക്ക് അകലം എടുക്കുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. നെക്ക് അകലം എടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 2.5 ഇഞ്ചും. ഇനി നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് നമുക്കിതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഷോൾഡർ നോക്കുക. ഷോൾഡർ 2.5 ഉണ്ട്. 2.5യുടെ പകുതി ഏകദേശം ഒരു 1.25 വരും. 1.25 ആ 1.25 ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമൽ നമ്മുടെ വരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമുക്ക് നല്ലൊരു കറക്റ്റായിട്ട് കിട്ടുന്നത്. നോർമലായിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെയല്ലേ വരൽ. ഇതുപോലെ ആയിരിക്കും നമ്മൾ വരച്ചെടുക്കൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷോൾഡറിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. ആ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് നെക്ക് വരച്ചു കൊടുക്കാം. 1/2 ഇഞ്ചിൽ നിന്ന് വേണം നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ നെക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ 1/2 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ആം ഹോളിലേക്ക് കൈക്കുഴിയിലേക്ക് ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് നെക്കൊന്നിങ്ങനെ കുഴിച്ച് വരക്കുക. അതുപോലെ 1/2 ഇഞ്ച് ആം ഹോളിലേക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടലും. ഇത് നമ്മൾ ഇതേ അളവിൽ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് ഇതേ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വള്ളി നമുക്ക് നോർമലായിട്ട് നമുക്ക് ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ മറ്റേ ഗോൾഡൻ കളർ ത്രെഡാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഗോൾഡൻ കളർ ത്രെഡാണ്. അത് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആം ഹോൾ ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ആം ഹോളിൻ്റെ അടുത്ത് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ വള്ളി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടിക്കുക. നെക്ക് അടിക്കുക. ഓപ്പോസിറ്റ് ഭാഗം എത്തുമ്പം വേറെ വള്ളി എടുക്കുക. അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. സൈഡ് അടിക്കാം. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല വശത്ത് കൂടി ജസ്റ്റ് ഒന്ന് ലൈനിങ്ങും മെയിൻ ക്ലോത്ത് ഒന്ന് ടച്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് വശം കൂടി ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും ഇനി ചെയ്തതിന് ശേഷം നമുക്കിതാ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലത്തെ വള്ളി ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ വള്ളി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നമ്മളെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസ് പേപ്പർ ഒരു 2 ഇഞ്ച് വീതിക്ക് കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 3 ഇഞ്ച് വീതി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ബോക്സ് വരക്കാം. അതിന് ശേഷം നമ്മുടെ ഈ താഴ്വശത്ത് നിന്ന് 3 ഇഞ്ചില്ലേ, അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം. 1.5. ആ 1.5യിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്നിങ്ങനെ വരക്കാം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരക്കാം. അപ്പോൾ നമുക്കൊരു വി ഷേപ്പ് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ആദ്യം മാർക്ക് നമ്മൾ ഇതിൻ്റെ സ്കേർട്ട് നമ്മുടെ താഴ്വശത്തേക്ക് വരുന്നതിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിൽ ചെയ്യുന്നില്ല, അതാണ് കേട്ടോ. അതായത് ഇതുപോലെ 3 ഇഞ്ച് 3ൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. 1.5. ആ 1.5യിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വരക്കാം. ഇങ്ങനെ 3 എണ്ണമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. 3 എണ്ണം ഇതേ അളവിലൊന്ന് നമുക്ക് വരച്ചെടുക്കാം.
അതിനുശേഷം ഇതാ നമുക്ക് ഇതുപോലത്തെ ഒരു പീസും കൂടി എടുക്കാം കേട്ടോ. ആ പീസിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് ക്യാൻവാസിൻ്റെ സൈഡിലെ കൂടിയിട്ട് ഈ രണ്ട് ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. താഴ്വശത്ത് അടിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല നീറ്റിൽ തന്നെ കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് 3 എണ്ണവും ചെയ്തെടുക്കാം. നമുക്കിത് ബോഡിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് ആ ക്യാൻവാസില്ലേ അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഓപ്പൺ വരുന്ന ഭാഗമില്ലേ അതാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരടി അടിച്ചു കൊടുക്കുക. ഇതുപോലെ അത് വെച്ച് നോക്കാം. എന്നിട്ട് കറക്റ്റ് ആയെന്ന് നമുക്ക് ചോക്ക് ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് 2 സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും കേട്ടോ നമുക്കത് വരൽ. ഇത് സ്കേർട്ടിൻ്റെ താഴ്വശത്തേക്കുള്ളതൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ താഴത്തേക്കുള്ള ലൈനിങ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലെങ്ത്ത് എത്ര എടുക്കുന്നത് വെച്ചാൽ 13 എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2.5 വയസ്സുള്ള കുട്ടി ഇതാണ് ചെയ്യുന്നത്. 13 ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. മെയിൻ ക്ലോത്തിന് നമുക്കൊരു 15 എടുക്കാം കേട്ടോ. അത് 2 ഇഞ്ച് കുറവാണ് ലൈനിങ് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം മെയിൻ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫ്രില്ലിട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഈ സൈഡൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മുകൾ വശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ലൈനിങ്ങും കൂടി ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെ തന്നെയാണ്. ആ വള്ളിക്ക് ഞാൻ ചെറിയൊരു നാടയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ 2 ഫ്ലവറും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2.5 വയസ്സുള്ള കുട്ടിക്കാണ് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. 2 പേർക്കും കൂടി 1/2 മീറ്റർ റെഡ് കളർ എടുത്തിട്ടുണ്ട്. മറ്റേത് 2 മീറ്ററോളം എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ കട്ടാക്കിയിട്ട് അങ്ങനെ ജോയിൻ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്ത് തന്നു കേട്ടോ. ജോയിൻ്റ് ആക്കേണ്ട ആവശ്യമില്ല. സെൻറ്ററിൽ കട്ടാക്കിയിട്ട് 1 മീറ്റർ ഒന്നിനും 1 മീറ്റർ ഒന്നിനും എടുത്താൽ തന്നെ മതിയാവും.